ഈ പാമ്പുങ്ങൾ അശുദ്ധായ എന്താ ഉണ്ടാവുക? എന്താ ഇപ്പൊ ചോദിക്കാൻ? വെറുതെ ചോദിച്ചതാ. വൈധവ്യം സംഭവിക്കുന്ന പറയാ. തുള്ളല് നടക്കുമ്പോ നളിനി ഉണ്ടല്ലോ. നള്ളി എന്ത് ചെയ്യായിരുന്നു? നല്ല ഉറക്കം. അവക്ക് എപ്പോഴും ഉറക്കാം. മധു, എടാ മധു. അവൻ വായനശാല പോയിരിക്കുക, ഇനിയും വന്നിട്ടില്ല. അവന്റെ NOC വന്നു. അവനോട് ശേഖരമ്മാവൻ ഒന്ന് പോയി കാണാൻ പറയാനാ. അപ്പോ അവന് ദുബായിക്ക് അയക്കാൻ തന്നെ തീർച്ചയാക്കിയോ? അതിനെന്താ അമ്മേ, 1-2 വർഷം കഴിഞ്ഞിട്ട് അവന് ഇഷ്ടമില്ലെങ്കിൽ തിരിച്ചു വന്നോട്ടെ. ആ, നിങ്ങളൊക്കെ വലുതായില്ലേ, ഇനി ഞാൻ പറഞ്ഞാ കേൾക്കോ? നളിനി, അച്ഛനല്ലേ? ഉണ്ട്, ഞാൻ വിളിക്കാം. അച്ഛാ. എന്താ മധു? എനിക്ക് NOC വന്നിട്ടുണ്ട്. ഓ, എന്നൊക്കെയാ പോകണ്ടേ? 15 ദിവസത്തെ സമയമുണ്ട്. നീ അപ്പൂട്ടിനോട് ഒന്നും ഇങ്ങോട്ട് വരാൻ പറയൂ. ശരി, വരട്ടെ. എനിക്ക് വല്ലാണ്ട് പേടിയാകുന്നു. NOC കിട്ടിയപ്പോ പോണ്ടാന്ന്. ആറ്റുനോറ്റ് കിട്ടിയതല്ലേ? അതും ശരിയാണ്. വൈകാതെ കത്തയക്കണേ. ശരി, നീ പോയിക്കോ. എനിക്ക് ആ വാസു നിന്ന് കാണാം. ദേവി, ദേവി, ഓടിയൊരു ഓടിയൊരു. എന്താ നളിനി? അതാ മധുവിട്ട് പോകുന്ന പ്ലെയിൻ പോകുന്നു. അമ്മയ്ക്കെന്താ? ഒന്നുമില്ല, ഒന്നുമില്ല. അമ്മോട്ടേ, താൻ വന്നോ? തന്റെ ഒരു ഒടുക്കത്തെ വയറ്റുവേദന കൊണ്ട്. എടോ വയറുവേദന കൊണ്ട്. താൻ ഒന്നും പറയണ്ട, ഡോക്ടറെ കണ്ട് വയറ് കയറാൻ നോക്ക്. എന്നാ താൻ വൈകുന്നേരം വീട്ടിലേക്ക് വാ. എന്തിനാ പകട കളിക്കാനാ? കയ്യഴിക്കാനില്ല, ഇത് കണ്ട ഒരു കമ്പി ഉണ്ട്. വൈകുന്നേരം വീട്ടിൽ ഒന്ന് വാങ്ങിച്ചോ. അന്തോടി ചേട്ടാ, അന്തോടി ചേട്ടോ, അന്തോടി ചേട്ടാ, എന്താ കാര്യം? വയറുവേദന എന്ത് വേണേ തരാം. കാര്യം പറ. ഇപ്പൊ തന്നെ തീർക്കാൻ തീർന്നോ? ഇനി ഇതിലൊന്ന് ഒപ്പിട്ടെ. അവിടെ അവിടെ. അന്തോടി ചേട്ടാ, ഇനി വന്നേ. ഇതെന്താണെന്ന് പറ, ഒന്നും മനസ്സിലാവണില്ലല്ലോ. ഇത് കമ്പി വെച്ചോ. ഇത് വെച്ച് ഞാൻ എന്ത് ചെയ്യാനാ? കമ്പിയല്ലേ, വളച്ച് ജനലിൽ കേട്ടോ. ടീച്ചർ കോൾ അടിച്ചല്ലോ. എന്താ? ആനുവൽ റിപ്പോർട്ട് കണ്ടില്ലേ? ടീച്ചറുടെ ബാച്ചിനാ റാങ്ക് കൂടുതൽ. ആനിവേഴ്സറി അല്ലേ വരുന്നത്. ടീച്ചറെ കൊണ്ട് എന്തെങ്കിലും പുതിയ ഐറ്റംസ് ചെയ്യിപ്പിക്കണമെന്നാണ് ഹെഡ്മാസ്റ്റർ പറഞ്ഞിരിക്കുന്നത്. അയ്യോ, എനിക്കൊന്നും വയ്യ. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. ആ പാവൻ രഘുമാഷ് പോലും എല്ലാ കൊല്ലവും കവിതാ പാരായണം നടത്തും. അതുപോലെ ടീച്ചറുടെ ഒരു പാട്ടോ നൃത്തമോ വേണം. എന്റെ ജീവിതത്തിലെ നൃത്തവും സംഗീതവും എനിക്കെന്നും നഷ്ടപ്പെട്ടിരിക്കുന്നു. സോറി, എന്നെ നിർബന്ധിക്കരുത്. സാറിന്റെ കവിത മനോഹരായിരിക്കുന്നു കേട്ടോ. താങ്ക്സ്. പക്ഷേ അവസാനത്തെ ആ വളകിലൊക്കെ എന്താണെന്ന് മനസ്സിലായില്ല. മനസ്സിലാക്കേണ്ടവർ മനസ്സിലാക്കും. വരട്ടെ. അന്തോണി ചേട്ടാ, എനിക്ക് എന്തെങ്കിലും ഉണ്ടാ? നിക്ക് പറയാ. അതിനു മുമ്പ് വേഗം പോയി ഇതെടുത്തോണ്ട് വാ. കൊണ്ടുവരാ. വേങ്കില് വേങ്കില്. മരുന്ന് പറയാൻ ചേട്ടാ, എനിക്ക് എന്തെങ്കിലും ഉണ്ടാ?
തനിക്കിന്ന് ഒറ്റ കമ്പിയില്ല. രാജകുമാരി എന്നിട്ട് എന്ത് പറഞ്ഞു? രാജകുമാരി ഒന്നും മനസ്സിലാകാത്ത പോലെ അറിയില്ല എന്ന് പറഞ്ഞു. എന്നാ രാജകുമാരനെ തുറന്നു പറയായിരുന്നില്ലേ? രാജകുമാരി ദേഷ്യപ്പെട്ടാലോ എന്ന് വിചാരിച്ചിട്ടാ. എന്നിട്ട് രാജകുമാരന് രാജകുമാരിയെ കാണാൻ മോഹം. നിങ്ങൾ ഇവിടെ ഇരിക്കുകയാണോ? അതാ അപ്പോഴേക്ക് അമ്മ വന്നു. നിങ്ങൾ ഈ സാറിന് സ്വൈരം കൊടുക്കില്ല അല്ലേ? ഞാൻ വിളിച്ചോണ്ട് വന്നത്. ആ ടീച്ചർ എന്താ ഇത്ര വൈകിയത്? വക്കീലിന്റെ കുട്ടികൾക്ക് ട്യൂഷനുണ്ട്, അതാ നേരം വൈകി. വരൂ കുട്ടികളെ. അപ്പൊ ബാക്കി പിന്നെ പറയാം. ശരി. എന്ത് കഥ? ഓ, കഥ കേൾക്കായിരുന്നു അല്ലേ? വരൂ. ശരി. അമ്മ രഘുസാരൻ നല്ലൊരു കഥ പറഞ്ഞു തന്നു. എന്ത് കഥ? ഒരു രാജകുമാരന്റെയും രാജകുമാരിയുടെയും കഥ. എന്നിട്ട്? വേണ്ട വേണ്ട, മുരളി പറയണ്ട, ഞാൻ പറയാം. രാജകുമാരന് രാജകുമാരിയോട് ഇഷ്ടാ, പക്ഷെ തുറന്നു പറയാൻ പേടി. അതെന്തിനാ പേടിക്കണേ? പിണങ്ങിയാലോ എന്ന് വിചാരിച്ചട്ടാ. എന്നിട്ട്? അപ്പോഴേക്ക് അമ്മ വന്നു. സാറ് ബാക്കി പിന്നെ പറയാന്ന് പറഞ്ഞു. ശരി, പോയി പഠിക്കാൻ നോക്കി. വേണ്ട, രഘു സാർ എന്തോ എഴുതിക്കൊണ്ടിരിക്കുക, ഉപദ്രവിക്കണ്ട. വാ മോനെ, വാ. അമ്മേ, അരയിനങ്ങൾക്ക് പാലും വെള്ളം കൂടി ചേർത്ത് വെച്ച് കൊടുത്താൽ അതിന് പാല് മാത്രം കുടിച്ച് വെള്ളം ബാക്കി വെക്കും അത്രേ. അതേമ്മേ? എനിക്കറിയില്ല. അല്ലെങ്കിൽ ഈ അമ്മയ്ക്കൊന്നും അറിയില്ല. ആന്റി, അരയിനങ്ങൾ സങ്കടം വരുമ്പോഴും മരിക്കുമ്പോഴും ഒക്കെ പാടും അത്രേ. ശരിയാണോ ആന്റി? മോളോട് ഇതാരാ പറഞ്ഞത്? രഘുസാറ് പറഞ്ഞ അരയന്നങ്ങളെ എന്നെ വിളിച്ചാ ചത്തുപോകുന്നത്രേ. നേരാണോ അമ്മേ? അതൊക്കെ കവിസങ്കല്പാണ്. രഘുമാഷൻ കവിയല്ലേ, അതാണ് അങ്ങനെയൊക്കെ പറയുന്നത്. ആ, പോയിരുന്നു പഠിക്കൂ, പോ. ടീച്ചർക്ക് ആ കവിത ഇഷ്ടപ്പെട്ടു എന്ന് രാധ ടീച്ചർ പറഞ്ഞു. സമയം കിട്ടുമ്പോഴെല്ലാം സാർ എഴുതണം. സാറ് ഭാവനാ സമ്പന്നനാണ്. പ്രചോദനമല്ലേ ഉറവിടം? എന്റെ എളിയ പ്രോത്സാഹനം സാറിന് പ്രചോദനം തരട്ടെ. ഞാൻ എഴുതും. എനിക്ക് ഈ പ്രോത്സാഹനമാണ് ആവശ്യം. ഇതെല്ലാം അച്ചടിപ്പിക്കണം. ഓ, അതിന്റെ ഒന്നും ആവശ്യമില്ല. എന്റെ ചിന്തകൾ എന്നിൽ തന്നെ ലയിക്കട്ടെ. അതല്ല, സാറിന്റെ കഴിവ് മറ്റുള്ളവർ കൂടി അറിയണം.